അർച്ചന വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന പോലീസുകാരെ കണ്ടതും അവൾ സ്തംഭിച്ചു നിന്നു. ആരെ? പല്ലവി. അവരിൽ നിന്നും പല്ലവിയുടെ പേര് കേട്ടതും അർച്ചന ഒന്ന് നടുങ്ങി. എന്തിനാ സർ അവളെ അന്വേഷിക്കുന്നത്? എന്താ കാര്യം? ഞാൻ SP അനിരുദ്ധ്. ഒരു മിസ്സിംഗ് കേസ് അന്വേഷിക്കാൻ വന്നതാണ്. പല്ലവി ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. അവളിവിടെ ഇല്ല. എവിടെ പോയി? അത് പിന്നെ അവൾ അവളുടെ വീട്ടിലാണ് ഉള്ളത്. അനിരുദ്ധ് പിന്നിൽ നിന്ന പോലീസുകാരോട് അർച്ചനയിൽ നിന്നും പല്ലവിയുടെ ഇപ്പോഴുള്ള അഡ്രസ്സ് എഴുതി വാങ്ങാനായി പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നതും അർച്ചന അയാളെ വിളിച്ചു. സർ, ആരുടെ മിസ്സിംഗ് കേസ് അന്വേഷിക്കാനാ ആ പല്ലവിയെ കാണണമെന്ന് പറഞ്ഞത്? അരവിന്ദൻ ആൻഡ് പവിത്ര. അത് കേട്ടതും ഒരു നടുക്കത്തോടെ അർച്ചന അലറി. വാട്ട്? സാർ എന്തൊക്കെയാ പറയുന്നേ? അരവിന്ദും പവിത്രയും മിസ്സിംഗ് എന്നോ? അതെ, കഴിഞ്ഞ 2 ആഴ്ചയായി അവർ 2 പേരും മിസ്സിംഗ് ആണ്. അവർ മിസ്സിംഗ് ഒന്നും ആയിരിക്കില്ല. 2 പേരും കൂടി എവിടെയെങ്കിലും ആരെയെങ്കിലും പറ്റിച്ച് കറങ്ങാൻ വല്ലതും പോയതായിരിക്കും. അതെങ്ങനെ തനിക്കറിയാം? അവർ പോകുമ്പോൾ തന്നോട് പറഞ്ഞിട്ടാണോ പോയത്? അത്രയും കുറച്ച് ദേഷ്യത്തോടെയാണ് അനിരുദ്ധ് സൂര്യയോട് ചോദിച്ചത്. സൂര്യ കുറച്ച് പിന്നിലേക്ക് നീങ്ങി നിന്ന് അല്ല എന്ന് തലയാട്ടി. എന്ത് ചോദിച്ചത് കേട്ടില്ല എന്നുണ്ടോ? തന്നോട് പറഞ്ഞിട്ടാണോ അവർ പോയത്? അതിന് അർച്ചനയാണ് മറുപടി പറഞ്ഞത്. അത് സർ, അവൾ മനഃപൂർവ്വം അങ്ങനെ പറഞ്ഞതല്ല. അവരെ നന്നായി അറിയാം, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. തൻ്റെ പേര് സൂര്യ എന്നാണോ? അർച്ചന അല്ല എന്ന് തലയാട്ടി. അപ്പം പിന്നെ അവളോട് ചോദിച്ചതിന് താൻ എന്തിനാ മറുപടി പറയുന്നത്? തന്നോട് ചോദിക്കുമ്പോൾ താൻ ഉത്തരം പറയണം, അയാളോട് ചോദിക്കുമ്പോൾ അയാളും. ഈ അരവിന്ദനെയും പവിത്രയെയും പറ്റി നിങ്ങൾക്ക് 2 പേർക്കും എങ്ങനെ അറിയാം? ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്. അപ്പോൾ അരവിന്ദനും പവിത്രയും അടുത്തറിയുന്നവരാണ് നിങ്ങളുമല്ലേ? അർച്ചനയും സൂര്യയും ഒന്നും മിണ്ടാതെ മൗനമായി നിന്നു. ഈ അരവിന്ദനും പവിത്രയും എങ്ങനെയാ? ഇവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? അത് പിന്നെ എന്താ പറയാൻ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല സർ. പക്ഷേ ഇതിൻ്റെ പേരിൽ പല്ലവിക്കൊരു പ്രശ്നം വരരുത്, അത്രയേ ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നുള്ളൂ. പ്രശ്നമാവുമോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയുന്ന മറുപടി കേട്ട ശേഷം മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി അഥവാ നിങ്ങൾ പറയുന്ന കാര്യത്തിൽ പല്ലവിയെ സംശയിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും എനിക്ക് തോന്നിയാൽ അയാളെയും എനിക്ക് സംശയിക്കേണ്ടി വരും. അർച്ചന തനിക്കറിയാവുന്ന അരവിന്ദനെയും പവിത്രയെയും പല്ലവിയെയും പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അനിരുദ്ധിനോട് പറഞ്ഞു. എല്ലാം കേട്ട ശേഷം അനിരുദ്ധ് അർച്ചനയെ നോക്കി. അപ്പോൾ ഈ സഞ്ജയെ പറ്റി കൂടുതലൊന്നും തനിക്കൊന്നും അറിയില്ല എന്നാണോ പറയുന്നത്? ഇല്ല സർ, ഞങ്ങൾക്ക് അയാളെ പറ്റി ഇതിൽ കൂടുതലൊന്നും അറിയില്ല. അന്ന് ആദ്യമായിട്ട് ഹോസ്പിറ്റൽ വെച്ചിട്ട് അയാളെ കാണുന്നത് പോലും. ചിലപ്പോൾ നിങ്ങൾക്ക് അയാളെ അറിയില്ലായിരിക്കും, പല്ലവിക്ക് അയാളെ അറിയുമായിരിക്കുമല്ലോ. ഇല്ല സർ, അവളും അയാളെ അന്ന് ആദ്യമായിട്ടാണ് അവിടെ വെച്ച് കാണുന്നത്. അത് തനിക്ക് എങ്ങനെ അറിയാം? കാരണം അവളുടെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കറിയാത്ത ഒന്നും തന്നെ അവളുടെ ജീവിതത്തിലില്ല. അത് ചിലപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടിലാവാം. നിങ്ങളറിയാത്ത പലതും അവരുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിലോ? ഇല്ല, ഒരിക്കലുമില്ല. കൂട്ടുകാരിയുള്ള വിശ്വാസമൊക്കെ കൊള്ളാം, പക്ഷെ അത് തെറ്റിയിരുന്നുവെന്ന് പിന്നെ തോന്നിപ്പോകരുത്. ഇല്ല സർ, ഒരിക്കലും അങ്ങനെ തോന്നില്ല. കാരണം ഈ എന്നേക്കാളേറെ എനിക്ക് അവളെ വിശ്വാസമാണ്. അതിന് അനിരുദ്ധൊരു പുച്ഛം കലർന്ന ചിരിയാണ് നൽകിയത്. താൻ പറഞ്ഞല്ലോ നിങ്ങൾ അറിയാത്ത ഒന്നും അയാളുടെ ലൈഫിലില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അന്ന് ഹോസ്പിറ്റൽ പല്ലവി അഡ്മിറ്റ് ആയിരുന്നപ്പോൾ സഞ്ജയ് എന്ന വ്യക്തി അവിടെ വന്ന് അവൾ തൻ്റെ പെണ്ണാണ് എന്ന് ഇത്ര ധൈര്യത്തോടെ പറയാൻ കാരണം? അറിയില്ല. ഇത്രയും ക്ലോസ് ആയ ഫ്രണ്ട് പറഞ്ഞില്ലേ അയാൾ ആരാണെന്ന്? അവൾക്കറിയാത്ത ഒരാളെ പറ്റി ഞാൻ എന്തിനാ ചോദിക്കുന്നത് സർ? അത് താനാണോ തീരുമാനിക്കുന്നത് പല്ലവിക്ക് അയാളെ പറ്റി അറിയില്ല എന്ന്? ഞാൻ പറഞ്ഞല്ലോ സർ, അവൾക്കും അയാളെ പറ്റി കൂടുതലായി ഒന്നും തന്നെ അറിയില്ലെന്ന്. ഒന്നെങ്കിൽ ചിലപ്പോൾ ഈ മിസ്സിംഗ് കേസ് പിന്നിലാ മറ്റാരെങ്കിലും ആകാം. ഇല്ലെങ്കിൽ തൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്ന പല്ലവി പുറമെ ഒരു നിഷ്കളങ്കതയോടെ മുഖംമൂടി ധരിച്ചുകൊണ്ട് തൻ്റെ ശത്രുക്കളെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് സഞ്ജയ് എന്ന ആളെ ഉപയോഗിച്ചതാണെങ്കിലോ? നോ സാർ, സാർ എന്തൊക്കെയായി പറയുന്നത്? അവൾക്ക് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പോയിട്ട് ചെയ്യാനും കൂടെ കഴിയില്ല. പിന്നെ ഈ പറയുന്ന അരവിന്ദനും പവിത്രയ്ക്കും അത്ര നല്ലവരല്ലെന്ന് അവരെ അറിയുന്നവരൊക്കെ ആർക്കും അറിയാം. സാറൊന്ന് അന്വേഷിച്ചാൽ മതി, അവരെ പറ്റി അപ്പോൾ അറിയാൻ കഴിയും. ഒരുപാട് കുടുംബങ്ങളിലെ പെൺകുട്ടികളെ വഴിയാധാരമാക്കിയവരാ അവർ. അപ്പം പിന്നെ ശത്രുക്കൾക്ക് അത്ര പജ്ഞമൊന്നും വരില്ലല്ലോ. അവരിൽ ആരെങ്കിലും ചെയ്യുന്നതായിരിക്കും. ഇനി അഥവാ അങ്ങനെ ആരെങ്കിലും അവരെ തട്ടിക്കൊണ്ട് പോയെങ്കിൽ തന്നെ അവരെ കൊന്നു കളഞ്ഞാലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം അത്രയ്ക്ക് എൻ്റെ പല്ലവിയോട് പൊറുക്കാൻ കഴിയാത്ത ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുണ്ട്.
അതിനവർക്ക് മരണശിക്ഷ കിട്ടിയാൽ പോലും ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അത്രയും അർച്ചന ധൈര്യത്തോടെ അനിരുദ്ധൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. തൽക്കാലത്തേക്ക് ഞങ്ങൾ പോകുന്നു. പക്ഷെ തൻ്റെ കൂട്ടുകാരി പല്ലവിക്ക് ഇതിലെന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തെളിഞ്ഞ ഞാൻ വീണ്ടും വരും, ഈ പറഞ്ഞവരെ ഒന്നുകൂടെ കാണാൻ. അതിന് അർച്ചന ഒരു പുച്ഛച്ചിരിയാണ് അയാൾക്ക് നൽകിയത്. അനിരുദ്ധ അവിടെ നിന്ന് പോകാനൊരുങ്ങിയതും അർച്ചന പിന്നിൽ നിന്നും അയാളെ വിളിച്ചു. അനിരുദ്ധ് എന്തെന്നുള്ള രീതിയിൽ അർച്ചനയെ തിരിഞ്ഞു നോക്കി. സാറിന് ആരാ അരവിന്ദും പവിത്രയും മിസ്സിംഗ് എന്നുള്ള ഈ പരാതി നൽകിയത്? ഫിലിം പ്രൊഡ്യൂസർ മുരുകൻ. എന്താ, ആളെ നിനക്കറിയുമോ? എന്തായാലും ഞങ്ങൾക്കറിയില്ല. സാറിന് അറിയുമായിരിക്കുമല്ലോ, അതുകൊണ്ടല്ലേ സാറിന് ഈ പരാതി നൽകിയത്. ഇനി അരവിന്ദനും പവിത്രയ്ക്ക് മിസ്സിംഗ് എന്നുള്ള കള്ളക്കേസുണ്ടാക്കി പല്ലവിയെ കൊടുക്കാനുള്ള അവരുടെ വല്ല പ്ലാനിങ്ങുമാണെന്ന് അറിയില്ലല്ലോ. അതിന് സാറും അവർക്കൊപ്പം നിന്ന് ക്യാഷ് വാങ്ങിയില്ല എന്ന് ആര് കണ്ടു? അനാവശ്യം പറയുന്നോടി പൊന്ന മോളെ. എല്ലാ പോലീസുകാരെ പോലെ നീ എന്നെയും കണ്ടു. ഇനിയും നിന്റെ വായിൽ നിന്നും എനിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞ പെണ്ണാണെന്നൊന്നും ഞാൻ നോക്കില്ല, അടിച്ച് നിന്റെ അണപ്പല്ല് തെറിപ്പിക്കും. ഈ ഇട്ടേക്കുന്ന യൂണിഫോമേ നിന്റെ തന്തയല്ല, കേട്ടോടി. നീ പറയുന്ന എന്തും ഞാൻ കേട്ടു നിൽക്കാൻ. മര്യാദക്കാണെങ്കിൽ ഞാനും മര്യാദയ്ക്ക്, ഇല്ലെങ്കിൽ മോളെ നീയൊക്കെ ഏതായാലും. അതുകൊണ്ട് പോലീസുകാരോട് മര്യാദയ്ക്ക് സംസാരിക്കണം, കേട്ടല്ലോ. അത്രയും പറഞ്ഞ ശേഷം അനിരുദ്ധ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ അവിടെ നിന്ന് പോയിരുന്നു. അർച്ചനക്കരികിൽ വന്നു നിന്നുകൊണ്ട് സൂര്യ പറഞ്ഞു, നീ എന്തിനാ അയാളോട് അങ്ങനെയൊക്കെ സംസാരിക്കാൻ പോയത്? പിന്നെ പല്ലവിയെ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടു നിൽക്കണമെന്നാണോ നീ പറഞ്ഞത്? എങ്കിലും അയാൾ ഒരു പോലീസല്ലേ. ഇനി ഇതിൻ്റെ പേരിൽ അയാൾ പല്ലവിയെ എന്തെങ്കിലും. പല്ലവി അയാളൊന്നും ചെയ്യില്ല, കാരണം അവൾക്കൊപ്പമുള്ളത് കർണൻ സാറാ. എന്നോട് പെരുമാറിയതുപോലെ അയാൾ സാറിനോട് പെരുമാറാൻ നോക്കട്ടെ, അപ്പോൾ അയാൾ വിവരമറിയും. ശരിക്കും ഇനി അരവിന്ദനും പവിത്രയ്ക്ക് എന്തെങ്കിലും പറ്റി കാണുമോ? പറ്റിയാൽ തന്നെ നമുക്കെന്താ? എന്തായാലും നമുക്ക് ഇക്കാര്യം പല്ലവിയെ വിളിച്ചെന്ന് അറിയിക്കാം. നീ വന്നേ. അത്രയും പറഞ്ഞ ശേഷം അവർ അകത്തേക്ക് പോയി. രാവിലെ മുതൽ പല്ലവിയുടെ മനസ്സിൽ കർണൻ മാത്രമാണ് നിറഞ്ഞു നിന്നത്. ഓരോ നിമിഷവും കർണനെ പറ്റി അറിയുമ്പോൾ എല്ലാം അയാളോട് തൻ്റെ മനസ്സിൽ ആരാധനയാണോ, സ്നേഹമാണോ, മറ്റെന്തെങ്കിലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വികാരമാണോ ഉടലെടുക്കുന്നത് എന്ന് അവൾക്ക് തന്നെ അറിയാൻ പറ്റാത്ത അവസ്ഥ. അവനെ പറ്റി ഓർക്കുമ്പോഴെല്ലാം അവളുടെ ചുണ്ടുകളിൽ അവന് വേണ്ടി മാത്രമായി ഒരു പുഞ്ചിരിയും വിരിയുന്നുണ്ടായിരുന്നു. കർണനെ പറ്റി തന്നെ ഓരോന്ന് അവൾ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്നും രേവതി അവളെ തട്ടി വിളിച്ചത്. മോളെന്താ ചിന്തിക്കുന്നത്? ഇവിടെ ഒന്നും അല്ലെന്ന് തോന്നുന്നു മോളുടെ മനസ്സ്. ഞാൻ എത്ര വട്ടം വിളിച്ചു എന്നറിയുമോ മോളെ? അത് പിന്നെ അമ്മേ, ഞാൻ കേട്ടില്ല, അതാ ഞാൻ. തൽക്കാലം മോള് ഫുഡെടുത്ത് മേശപ്പുറത്ത് വെച്ചേക്ക്. കണ്ണൻ താഴെ വരുമ്പോൾ ഇനി ഒന്നും സമയത്തിനൊരുക്കില്ലെങ്കിൽ അവൻ കഴിക്കാതെ പോയെന്ന് വരും. അത് പറഞ്ഞ് രേവതി അവളുടെ ജോലികളിൽ ഏർപ്പെട്ടു. പല്ലവി കണ്ണനുള്ള ഫുഡെല്ലാം ടേബിളിൽ നിരത്തി വെക്കുമ്പോഴാണ് മിത്തുമോളെയും കൊണ്ട് സ്റ്റെയർ ഇറങ്ങി വരുന്ന കണ്ണനെ അവൾ കാണുന്നത്. ഒരു നിമിഷം പല്ലവി കണ്ണനെ തന്നെ മതിമറന്ന് നോക്കി നിന്നുപോയി. അവനെ ആദ്യമായി കാണുന്നത് പോലെ അവനെ നോക്കി നിൽക്കുന്ന ഓരോ മാത്രയിലും അവളുടെ ഹൃദയത്തിൽ ഉടലെടുക്കുന്ന ഓരോ വികാരങ്ങളും അവൾ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അവനിലേക്ക് മാത്രമായി ആഴ്ന്നിറങ്ങുന്ന പോലെ തോന്നി അവൾക്ക്. കണ്ണൻ തൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് പോലും അറിയാതെ അവൾ അവനെ തന്നെ നോക്കി നിന്നു. അപ്പോഴും അവന് വേണ്ടി മാത്രമായി പിരിഞ്ഞ പുഞ്ചിരിയും അവളുടെ ചുണ്ടിൽ തങ്ങി നിന്നു. കർണൻ്റെ ഡി എന്നുള്ള ഉച്ചത്തിലുള്ള വിളിയാണ് പല്ലവിയെ സ്വബോധത്തിലേക്ക് എത്തിച്ചത്. രാവിലെ തന്നെ എന്തോന്ന് ആലോചിച്ച് നിൽക്കുവാടി ഇവിടെ. വല്ലവരും വന്ന് നിന്നെ കൊന്നിട്ട് പോയാലും നീ അറിയില്ലല്ലോ ഇങ്ങനെയാണെങ്കിൽ. അതെ, അറിയില്ല. എന്തോന്ന്? അല്ല, കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതാ. അതിനുശേഷം ഇരുത്തിയൊന്ന് മൂളിയ ശേഷം കർണൻ മിത്തുമോളെയും കൊണ്ട് ഫുഡ് കഴിക്കാനിരുന്നു. കർണന് ഫുഡ് വിളിമ്പി കൊടുത്ത ശേഷം മിത്തുമോളെ ഊട്ടിയ ശേഷം അവനും കഴിക്കുന്ന ആ കാഴ്ച പല്ലവി കണ്ണെടുക്കാതെ നോക്കി നിന്നു. വീണ്ടും അവളുടെ ചിന്തകൾ മായാലോകത്തേക്ക് കടന്നതും കർണൻ്റെ വിളി വന്നു. പല്ലവി നടുക്കത്തോടെ അവനെ ഒന്ന് നോക്കി. നീ എന്താ ഈ ലോകത്തൊന്നുമല്ലേ ഉള്ളത്? പല്ലവി കർണനെ നോക്കി ഒരു വിളറിയ ചിരി നൽകിയ ശേഷം അവൾ അവൻ്റെ പാത്രത്തിലായി കറി വിളമ്പാൻ തുടങ്ങി. പക്ഷെ അവളുടെ മനസ്സും ഇവിടെ ഒന്നുമല്ലാത്തത് കൊണ്ട് തന്നെ കറി ഒഴിച്ചത് കർണൻ്റെയും മിത്തുമോളുടെയും ദേഹത്തേക്കായെന്ന് മാത്രം. കർണൻ ഇരുന്നിടത്ത് നിന്നും മിത്തുമോളെയും കൊണ്ട് വേഗം ചാടി എഴുന്നേറ്റു. അവൻ്റെ വൈറ്റ് ഷർട്ട് മൊത്തം വൃത്തികേടായതിനാൽ അവൻ്റെ മുഖം ദേഷ്യത്തിൽ ചുവന്നിട്ടുണ്ടായിരുന്നു. അവൻ പല്ലവിക്ക് നേരെ തിരിഞ്ഞതും അവൾ പേടിച്ച് പിന്നിലേക്ക് വേച്ചു പോയിരുന്നു. എടി പൊന്ന മോളെ, എന്താടി നീ കാണിച്ചു വെച്ചേ? നിന്നെ ഞാൻ...
അത്രയും പറഞ്ഞ് പല്ലവിയെ അടിക്കാനായി കർണൻ കൈ ഉയർത്തിയതും പിന്നിൽ നിന്ന് രേവതിയുടെ കണ്ണ എന്നുള്ള വിളി വന്നു. അവൻ പല്ലവിയെ അടിക്കാൻ ഉയർത്തിയ കൈ താഴ്ത്തിയിട്ട് അവരെ നോക്കി. കണ്ണ, നീ എന്താ ഇങ്ങനെ? ഇത്രയും ദേഷ്യം നല്ലതല്ല നിനക്ക്. അപ്പൊ പിന്നെ ഇവൾ ചെയ്യുന്നത് ശരിയാണോ? അതിനു മാത്രം ഇപ്പോൾ ഇവിടെ എന്താ ഉണ്ടായത്? അപ്പോൾ ഒന്നും അറിയാതെയാണല്ലേ അമ്മ ഇവൾക്കായുള്ള വക്കാലത്തുമായി എൻ്റെ അരികിൽ വന്നത്? നിന്റെ ഓരോ പ്രവൃത്തിയും അങ്ങനെയല്ലേ കണ്ണ? ചെറിയൊരു കാര്യം മതി നിനക്ക് വഴക്കുണ്ടാക്കാൻ. അപ്പം ഞാൻ കുറ്റക്കാരനായി അല്ല ഇപ്പോൾ? അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഞാൻ വരുമ്പോൾ കണ്ടത് മോളെ അടിക്കാനായി നീ കൈ ഉയർത്തുന്നതാ. അങ്ങനെ നീ അടിക്കാൻ മാത്രം അവൾ എന്ത് തെറ്റാ ചെയ്തതെന്ന് എനിക്കറിയണമല്ലോ. എന്നെ കണ്ടോ അമ്മയുടെ പുന്നാരമോളി എന്താ ചെയ്തതെന്ന്? അത് പറഞ്ഞവൻ അവർക്ക് മുന്നിലേക്ക് വന്നു നിന്നതും കർണൻ്റെയും മിത്തുമോളുടെയും തുണിയിൽ കറി വീണ് കിടക്കുന്നത് കണ്ടു. രേവതി ഒന്നും മനസ്സിലാവാത്തതുപോലെ കർണനെയും പല്ലവിയെയും മാറി മാറി നോക്കി. ഇനിയൊന്നും മനസ്സിലായില്ല എന്നുള്ള രീതിയിൽ എന്നെയും അവളെയും മാറി മാറി നോക്കണ്ട. കാര്യമൊന്നുമില്ല അമ്മയ്ക്ക്. അമ്മയുടെ ഈ നിൽക്കുന്ന പുന്നാരമോള് ഒപ്പിച്ച പണിയാണിതെല്ലാം. കർണൻ അത്രയും പറയുമ്പോൾ അത് വിശ്വസിക്കാനാവാതെ രേവതി സംശയത്തോടെ പല്ലവിയെ നോക്കി. അത് പിന്നെ അമ്മേ, അറിയാതൊന്നും ആയിരിക്കില്ല ഇവൾ. മനഃപൂർവ്വം തന്നെ എൻ്റെ ദേഹത്ത് വീഴ്ത്തിയെന്ന് തന്നെയാ എൻ്റെ സംശയം. മോൾ എന്തായാലും അറിഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യില്ല. അവൾക്കൊരു അബദ്ധം പറ്റിയതായിരിക്കും. നീ അതങ്ങ് വിട്ടേക്ക്. ഇനി ഇതിൻ്റെ പേരിൽ നീയായിട്ട് മോളോട് ദേഷ്യപ്പെടാനൊന്നും വേണ്ട, കേട്ടല്ലോ? അല്ലെങ്കിലും എനിക്കറിയാം ഇപ്പോൾ ഈ വീട്ടിൽ ഞാൻ പറയുന്നതിനൊന്നൊരു വിലയില്ലെന്ന്. ഇവൾ പറയുന്നതല്ലേ എല്ലാവർക്കും കാര്യം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. എന്തായാലും നീ പോയി വേഷം മാറി ഓഫീസിൽ പോകാൻ നോക്ക്. ചുമ്മാ അവളോട് ദേഷ്യപ്പെട്ട് നിൽക്കാതെ. അത്രയും പറഞ്ഞ ശേഷം രേവതി അടുക്കളയിലേക്ക് പോയതും പല്ലവി അവനെ നോക്കി മങ്ങിയൊരു ചിരിയോടെ സോറി പറഞ്ഞു. അവളുടെ ഒരു സോറി. അപ്പോഴും അവൻ്റെ മനസ്സിൽ ദേഷ്യം കൊണ്ട് മുഖം വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു. കർണൻ ടേബിളിൽ ഇരുന്ന് ബാക്കി കറിയെടുത്ത് നിമിഷ നേരം കൊണ്ട് തന്നെ പല്ലവിയുടെ തലയിലേക്ക് ഒഴിച്ചു. കർണൻ അങ്ങനെ ഒരിക്കലും ചെയ്യുമെന്ന് അവൾ വിചാരിക്കാത്തത് കൊണ്ട് തന്നെ അവൾ അയ്യോ അമ്മയെന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. അവളുടെ വിളി കേട്ട് രേവതി അടുക്കളയിൽ നിന്നും ഹോളിലേക്ക് വരുമ്പോഴേക്കും കർണൻ മിത്തുമോളെയും കൊണ്ട് മുകളിലേക്ക് പോയിരുന്നു. രേവതി നോക്കുമ്പോൾ തലവഴിക്കറിയിൽ കുളിച്ചു നിൽക്കുന്ന പല്ലവിയാണ് കാണുന്നത്. അയ്യോ, ഇതെന്ത് പറ്റിയതാ മോളെ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ അവൾക്കടുത്തേക്ക് വന്നു. ഇതെന്തൊക്കെയാ മോളെ? നീ എന്താ തലയ്ക്ക് ആഹാരം കൊടുത്തതാണോ? അതും പറഞ്ഞ് വാപ്പൊത്തി അവളെ നോക്കി ചിരിച്ചതും പല്ലവി നിസ്സഹായ ഭാവത്തോടെ അവരെ നോക്കി. എന്തായാലും ഇങ്ങനെ നീ താളം ചവിട്ടാതെ പോയി കുളിക്കാൻ നോക്ക്. അതും പറഞ്ഞ് അവളെ മുകളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അവൾ പോയ വഴിയെ നോക്കി നിന്ന് അവർ ചിരിച്ചു. ഒപ്പം തന്നെ ആ ചിരി അവരിൽ നിന്ന് മായുകയും ചെയ്തു. തൻ്റെ മകൾ അനു ഉണ്ടായിരുന്നപ്പോഴാണ് താൻ ഇതുപോലെ മനനിറഞ്ഞ് ചിരിച്ചത്. താൻ മാത്രമല്ല, ഈ കുടുംബം മുഴുവൻ. എന്നാൽ ഇന്ന് ആ ചിരി തന്നിൽ നിന്നും ഈ കുടുംബത്തിൽ നിന്നും ഒരുപാട് ദൂരേക്ക് അകന്നു പോയിരുന്നു. എന്നാൽ ഇന്ന് വീണ്ടും പല്ലവി മോളിലൂടെ ആ ചിരി തന്നിലേക്ക് വീണ്ടും വന്നിരിക്കുന്നു. എന്നാൽ ആ ചിരി പോലും അല്പായുസ് മാത്രമേ തങ്ങൾക്ക് നൽകുമോ എന്നുള്ള പേടി കാരണം അവരിൽ വീണ്ടും സങ്കടം നിഴലിച്ചു. അപ്പോഴാണ് പുറത്തൊരു വണ്ടി വന്നു നിന്ന് സൗണ്ട് അവർ കേട്ടത്. രേവതി മുൻവശത്തേക്ക് വരുമ്പോൾ കാണുന്നത് പോലീസ് ജീപ്പായിരുന്നു. പെട്ടെന്ന് അവർ പോലീസിനെ അവരെ കണ്ടതും നെഞ്ചിരിപ്പോടെ കരങ്ങൾ നെഞ്ചിൽ വെച്ചു. ഈശ്വര, ഇനി കർണൻ എന്തെങ്കിലും? രേവതിയുടെ മനസ്സിൽ കർണൻ എന്തെങ്കിലും കുഴപ്പത്തിൽപ്പെട്ടോ എന്ന ഭയമായിരുന്നു.